ശ്രമിച്ച് പൊങ്ങിയൊക്കെ ആയിട്ടാ കൊണ്ടുപോവാൻ യാതൊരു വഴിയില്ല. വനജ നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്താന്നാ പറയുന്നത്. നിങ്ങളൊന്ന് മാറി ഞാൻ നോക്കട്ടെ, വെട്ടി നോക്കട്ടെ. ഒറ്റ വെട്ടിതാ. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അമ്മയും മക്കളും ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ വീടൊന്ന് കാണിച്ചു തരുമോ, നമ്മുടെ വീടല്ല എന്തിനാ കാണിക്കാൻ എത്ര മടിയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദിവസം ഷൂട്ട് ചെയ്ത് ഈ വീട്ടിൽ തന്നെയാണ്, പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ കാണിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത് മോൾക്കൊരു റൂം, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് വീട്. അത് കാരണമാണ് ഞങ്ങളിപ്പോൾ എന്താ കാണിച്ചു തരാനുള്ളത് പറഞ്ഞ് ഇതുവരെയും കാണിച്ചു തരാത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു അത് അമ്മൻ്റെ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. പിന്നെ വലിയൊരു മന്ദാരം മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണത്. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. സ്പീഡിൽ കാണിച്ചത്. പിന്നെ ഇതാണ് നമ്മുടെ ഹോള്. അതിന് ദിവസം കാണുന്നത് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഇതാട്ടോ എന്റെയും മോളെ 2 കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ. ഞാൻ മോളോട് പോയ സമയത്ത് എൻ്റെ പിറന്നാൾ അവിടെ നിന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിലെടുത്താണ് ഈ ഫോട്ടോ. ദിനവും ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നതാ. എനിക്കത് ഭയങ്കര സന്തോഷമായി കിട്ടിയപ്പോൾ. ആദ്യമായിട്ട് എങ്ങനത്തേക്കൊന്നും എനിക്ക് കിട്ടുന്നത് തന്നെ. പിന്നെ ഇതാണ് മോൻ്റെ റൂം. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്ത കാരനെ കട്ടിലും കിടക്കയിലൊക്കെ അതൊക്കെ മടക്കിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇതൊന്നും മാറ്റിയിട്ടില്ല. കട്ടിലും കിടക്കിയും അതൊക്കെ പഴയ തന്നെയായിരുന്നു. അവർ കല്യാണത്തിനെടുത്തതാണ്. പിന്നെ ഇവിടെ 2 അലമാര. ഇത്ര അലമാര ഉണ്ടെങ്കിൽ തുണി വയ്ക്കാൻ നമുക്ക് മതിയാവില്ലല്ലോ. നമ്മുടെ കിച്ചൺ ഒന്ന് ഓട്ടിച്ച് കാണിച്ചു കേട്ടോ. കാരണം രാവിലെ അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ പണിയൊക്കെ ചെയ്തിട്ടേ കുറേ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് അവിടെ കിടക്കുന്നുണ്ട്. കോമൺ ആയിട്ടൊരു ബാത്റൂം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റെയർ. എനിക്ക് ഈ സ്റ്റെയറിൻ്റെ പൈപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഓരോ കാര്യങ്ങളും എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാട്ടോ. ഇവിടെ ഗ്ലാസ്സൊക്കെ വേണമെന്നുള്ളതൊക്കെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഇവിടെ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു സോഫ എന്തെങ്കിലും ഇടാനുള്ളത്. ആരും മേലെ കയറി വരത്തില്ല. മോള് വരുമ്പോഴും മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ. പിന്നെ ഇവൻ ചിലപ്പോൾ വല്ല കഥ ആലോചിക്കാനും വരത്തില്ല. വല്ല സീനൊന്നും ചെയ്യാനേ മേലെ വരും. അപ്പം ഇവിടെ ഇങ്ങനെയൊന്നും മേടിച്ചിട്ട്. ഇതാണ് മോളെ റൂം. അവളുടെ കട്ടിലും അവളുടെ കിടക്കുക അത് വേറെ ആരും ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ ഓരോ പരിപാടിയിലും പറഞ്ഞിട്ടുണ്ട് പെൺമക്കൾക്ക് വേണ്ടി വേറെ ഒരു റൂം അവിടെ ഉണ്ടാക്കി വെക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ മോൾക്ക് വേണ്ടി മാത്രം ഈ റൂം ഉണ്ടാക്കിയതാണ്. ഈ റൂം വേറെ ആരും ഉപയോഗിക്കലില്ല. അപ്പോൾ കുറച്ച് ചെറുതായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ കട്ടിലും കിടക്കൊക്കെ മേടിച്ചത്. മോള് വന്നിട്ട് നോക്കുമ്പോൾ അത് പോരായിരുന്നു. അവർക്ക് 4 ആൾക്കും വേണ്ടേ. ഞങ്ങൾ അവൾക്കുള്ളൊരു അലമാരയും ഇവിടെ തന്നെ അടിച്ചു കേട്ടോ. മോളെ റൂമിൽ എല്ലാ കാര്യം കറക്റ്റായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും വേണമെങ്കിലും അവളുടെ വീട്ടിൽ വന്നാൽ സമാധാനത്തോടെ താമസിക്കാനോ. പിന്നെ ഇതാണ് മോളെ റൂമിലെ ബാത്റൂം കേട്ടോ. അതുകൊണ്ട് ആ പെയിന്റിന്റെ കളർ തന്നെയാണ് ടൈൽസും. അവർ വരുന്ന സമയത്ത് മാത്രം തുറക്കും ഉപയോഗിക്കും. പിന്നെ അത് കഴിഞ്ഞ് അത് അടച്ചു വെക്കും. ആരും ഒരു റൂമിലേക്ക് ഒന്നിനും അവളുടെ ബെഡ്റൂമിലേക്കോ അവളുടെ ബാത്റൂമിലേക്കോ ആരും വരത്തില്ല. പക്ഷെ ഇതൊക്കെയാണ്. ഹീറ്റർ വെച്ചിട്ടില്ല. എല്ലാ പൈപ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് മേലത്തെ ബാൽക്കണി. ഇവിടെയും ഗ്ലാസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പൈപ്പ് ഇടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ഗ്ലാസ്സാണ് ഇതിനും ഭംഗി. അങ്ങനെ ഗ്ലാസ്സാണ് ഇതിലേക്കും ആക്കി. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ഹോള്, മെയിൻ ഹോള്, മേലത്തെ ഹോള്. ആ 2 ബെഡ്റൂം, താഴത്തെ 2 ബെഡ്റൂം കണക്കാക്കിയിട്ട് ഒരു വലിയൊരു ഹോളാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്നത് നമ്മുടെ ഓപ്പൺ ബാൽക്കണിക്കാണ് കേട്ടോ. അവിടെ എന്നും തുണി തന്നെ ആയിരിക്കും കേട്ടോ. ഒരു ലോഡ് തുണികൾ എന്നും ഉണ്ടാവും ഉണങ്ങാനിടാനും. മടക്കിയത് ഇവിടെ തന്നെ വെക്കും കട്ടില്. ആവശ്യമുള്ള സമയത്ത് ഇവിടെ തന്നെ ഇസ്തിരിയിട്ട് അങ്ങ് എടുത്തിട്ട് പോവുക.
ഇതാ സുഖമായിട്ട് നിൽക്കുന്നു. ഇപ്പോഴും ഒരു ലോഡ് തുണികളോടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മൾ ഷീറ്റാണ് കേട്ടോ. മേലെ ഈ ഷീറ്റ് നമുക്ക് അത്ര അത്യാവശ്യം. മഴയൊക്കെ പെയ്യുമ്പോഴേ തുണികളൊക്കെ നല്ലോണം ഉണങ്ങാനിടാലോ. വേഗം അങ്ങ് ഉണങ്ങിയും കിട്ടും. ചെറിയൊരു വെയിലുണ്ടെങ്കിൽ ഷീറ്റ് നല്ലോണം പെട്ടെന്ന് ചൂടാവുമല്ലോ. ഇവിടെ വിരിച്ചിരിക്കുന്നത് ടൈൽസ് കേട്ടോ. ഇവിടെ എന്താ പറയുക, ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്തിടാൻ വിചാരിച്ചു. പിന്നെ മഴ പെയ്ത വെള്ളവും അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചിങ്ങനെ മഴ അല്ലേ പരവരാന്നുള്ളൊരു ടൈലാണ് അത്. അതാ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അപ്പം മഴ പെയ്ത് വെള്ളം ചട്ടുമ്പോൾ വഴിക്കുമില്ല, നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ അങ്ങനെ കിടക്കുമല്ലോ, നമുക്ക് വെള്ളമൊക്കെ ആയി കഴിഞ്ഞ് വേഗം തുടച്ചെടുക്കാമല്ലോ. എപ്പോഴെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കയറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പണിക്ക് വരുന്ന ആളുണ്ട്. നമ്മളെ വാതിലും കട്ടിലും പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പണി ഉണ്ടെങ്കിലൊക്കെ ഞാൻ വേഗം മൂപ്പരെ വിളിച്ചിട്ട് മൂപ്പരെല്ലാം ശരിയാക്കി തന്നിട്ടാ. വേറൊരു പണിയൊന്നുമല്ല, മറ്റേ വാതിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പം മഴ പെയ്തിട്ട് വാതിലൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു, അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ മൂപ്പരെ ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ല. ഞാൻ വേഗം വോയിസ് മെസ്സേജ് അയച്ചു. മൂപ്പര് വ്യത്യാസം തന്നെ വന്നു. വന്നപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ട് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു ബോക്സ് എനിക്ക് കൊണ്ടുവരണം, എനിക്ക് അത്ര അത്യാവശ്യമുള്ള സാധനമാണ് പറഞ്ഞു. മൂപ്പരൊന്നും നോക്കില്ല. 2 ദിവസം കഴിഞ്ഞ് സാധനം ഇവിടെ എത്തി. അതെന്താന്ന് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല കേട്ടോ, ഇതാണ്. ഇത് തുറന്ന് നോക്കട്ടെ. മൂപ്പര് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓ ഇതാട്ടോ, ഇത് പൂജാമുറിക്കുള്ള സാധനം. പൂജാമുറി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ എനിക്ക് നിലവിളക്കും കിണ്ടിയും പറഞ്ഞ മരുന്നും വെക്കുക, എണ്ണയും അതൊന്നും വെക്കുക. ഒക്കെ നിലത്ത് വെക്കുമ്പോഴേ അവിടെയൊക്കെ വൃത്തികേടാവണം. പിന്നെ ഒരു പലകയൊക്കെ ഇട്ട് ഞാൻ വെച്ചത്. ആ പലകന്റെ കാലൊക്കെ എൻ്റെ നല്ലൊരു സ്റ്റൂള് പോലത്തെ അതിന്റെ കാലൊക്കെ 2 മക്കളും കൂടെ ഒക്കെ വലിച്ചെടുത്തു. അപ്പൊ ഞാൻ മൂപ്പരോട് ഇങ്ങനത്തെ കൊണ്ടുവരാൻ വന്നത്. എനിക്ക് തോന്നുന്നു നല്ല സെറ്റപ്പിൽ മൂപ്പർ കൊണ്ടുവന്നിട്ട് കേട്ടോ. 1 2 ഇതാ ചന്ദനത്തിലൊക്കെ വെക്കാൻ ഇവിടെ നിലവിളക്കും വെക്കാം. അപ്പൊ 2 നിലവിളക്കും ഒരു കുപ്പി എണ്ണയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും സാരമില്ല. ഇത് കിട്ടിയപ്പോൾ എന്തിനും വലിയൊരു സന്തോഷമായില്ലേ. സന്തോഷമായില്ല, എന്നാലും സന്തോഷമായി. അപ്പോൾ മൂപ്പര് ഇപ്പോഴും പെയിന്റ് അടിച്ചു. ഇത് മരത്തിൻ്റെ ആണെന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ മരം മതി എന്ന് പറയാം. മൂപ്പര് പറഞ്ഞ കംപ്ലീറ്റ് മരം തന്നെയാണ് പറഞ്ഞു. അതിനുള്ള പൈസ വളരെ ശ്രമിച്ച് പൊങ്ങിയൊക്കെ ആയിട്ടാ കൊണ്ടുപോകാൻ. യാതൊരു വഴിയില്ല. വനജ നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്താന്നാ പറയുന്നത്. അത് ഞാൻ ക്യാമറ വെച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അല്ലെങ്കിൽ വലിച്ച് ടൈൽസൊക്കെ വരപ്പെടും. നല്ല വെയിറ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ 2 കൂടി ഇവിടെ എത്തിച്ചു കേട്ടോ. നിലവിളക്ക് വെക്കാം. സ്ഥലം പോരാ. വിളക്ക് രാവിലെ വെച്ചിട്ടോ, തന്നെ കഴുകാത്തത്. വൈകുന്നേരം വിളക്ക് വെക്കുമ്പോഴേ കഴുകും. പിന്നെ എണ്ണ കുറച്ചും കൂടി ഒരു വീതി വേണമായിരുന്നു തോന്നുന്നു. അതങ്ങനെ 2 വിളക്കും. അപ്പൊ നമുക്ക് ഒരു കുപ്പി എണ്ണ അല്ലേ വെക്കേണ്ടേ ഉള്ളൂ. അതൊന്നും വെക്കാം. പിന്നെ കിണ്ടി വെക്കാനായിരിക്കും കേട്ടോ ഇത്. അത് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നു. അതൊക്കെ വെക്കില്ല. അതൊന്നും കിണ്ടി അധികവും ഇവിടെ വെക്കലില്ല. ഞാൻ വെള്ളം വെക്കുന്നത് രാവിലെ തന്നെ. പിന്നെ ചന്ദനത്തിരി, വെളുക്കത്തിരി, പിന്നെ കർപ്പൂരം. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ നിന്ന് പിന്നെ എന്തെങ്കിലും പൂജ കഴിഞ്ഞാലൊക്കെ പ്രസാദമൊക്കെ നമുക്ക് അമ്പലത്തിൽ തൊടാൻ തരുമല്ലോ. അതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഭദ്രമായി എടുത്ത് വെക്കില്ലേ. അപ്പൊ അതൊക്കെ അങ്ങനെ ഇതിനുള്ളിൽ കൂടെ എടുത്ത് വെക്കാം. അപ്പൊ ഇവിടെ ഒരു കിണ്ടി വെക്കേണ്ട ഗ്യാപ്പും കൂടിയേ ഉള്ളൂ. ചെറിയൊരു സെറ്റപ്പ് കേട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷെ അത് മതി. അല്ലാണ്ട് വലുത് കൊണ്ടോ നമ്മുടെ ബുദ്ധിമുട്ടല്ലേ വെക്കാൻ. അടയ്ക്കുക. ഇനി പിള്ളേർ വന്ന് വലിച്ചൊന്നും ഇടില്ല. അപ്പൊ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കറക്റ്റ് ആയിരിക്കുമല്ലോ. ഓരോന്ന് കിട്ടുമ്പോഴേ അത് ഭയങ്കര ഒരു സന്തോഷം. വലിയൊരു ചേന കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ നമുക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ മോളെടുത്തായിരുന്നു. അത് കേട് വന്നാന്ന് ഒരു പിടുത്തുമില്ല. ഇത് കേട് വന്നിട്ടുണ്ടാവും സുധേട്ടാ. ഇത് കൊണ്ടുപോകേണ്ട ഒരു 15 ദിവസം മറ്റും ആകും തോന്നുന്നു. അങ്ങനെ കവറിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത് നോക്കിയത്. എന്തായാലും നമ്മൾ കറി വെച്ചാൽ കഴിയില്ല. അപ്പം നമ്മുടെ എല്ലാ അയൽക്കാർക്കും എല്ലാവർക്കും ഓരോ കഷ്ണം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ. എന്താ ചെറുതൊന്നും ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓണത്തിന് ആ കൂട്ടുകറി ഉണ്ടാക്കാൻ എടുത്തു. ഇതിപ്പോൾ ഇത്രയും വലുത് കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ലല്ലോ. വീണ്ടും ഞാൻ കഷ്ടപ്പെട്ട് അത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അവർക്ക് അത് നല്ല വില ഉണ്ടല്ലേ. ഇങ്ങനെയല്ല സുധേട്ടാ, ഒരു വെട്ട് പൊടിക്കും. ഇങ്ങനെ ഒരു ഒറ്റ വെട്ട്. ആ അങ്ങനെ അത് കറക്റ്റായിട്ട് പീടിയിലൊക്കെ ചേനയൊക്കെ മുറിക്കില്ലേ എന്ന മാതിരി. ഒന്നും കൂടെ കൈത്തട്ടില്ലേ ചേട്ടാ. മാറി 2 സൈഡ് കട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് മാറി, ഞാൻ നോക്കട്ടെ, വെട്ടി നോക്കട്ടെ. ഒറ്റ വെട്ടിതാ 2 ആയി. അടിപൊളി ചേനയാണ് കേട്ടോ. അതൊരു ചെറുതൊന്നും ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നല്ല ഒറ്റ
പ്രാവശ്യം ഇങ്ങനെ തിളയ്ക്കുമ്പോഴത്തെ ഒരു വിസിൽ വന്ന് നോക്കല്ലോ, അപ്പോഴത്തേക്കും വെന്തു. അപ്പോൾ നമ്മളിത് ഓരോ പീസാക്കുക അല്ലേ. നമുക്ക് എന്തായാലും നമ്മൾ ഇത്രയും കഴിയില്ല. എൻ്റെ ശേഷം ഇവിടെ ആരുമില്ലാത്ത കാര്യം ഇത് വെച്ചിട്ട് വലിയ കാര്യമാണ്. ചേനയല്ലേ ചേട്ടൻ കുറേ സമയം കഷ്ടപ്പെട്ടു. ഇതാ ഒരു സെക്കൻഡ് കൂടെ ഞാൻ 4 പീസാക്കി, 4-5 പീസാക്കി. ഇത് ഓരോ വീട്ടിലും കൊടുത്തിട്ട് വരാം. ഇവിടെ എങ്ങനെയറിയോ, ഒരു വീട്ടിൽ കൊല വെട്ടിക്കഴിഞ്ഞാൽ കുറേ വീട്, ഞങ്ങൾ 5-6 വീടുണ്ട്, അവിടെയൊക്കെ ഈ 2 ആണെങ്കിൽ എല്ലാ വീട്ടിലും എത്തിക്കും. ഇപ്പം തന്നെ തൊട്ട വീട്ടിൽ നമ്മുടെ ഇതാണ് ഇവരുടെ വീട്. ഇവിടെ നിന്നൊരു കൊല വെട്ട് കുറേ ദിവസമായി നമ്മുടെ തൊട്ട വീട്ടിൽ നിന്ന് അവർ കൊണ്ടുപോയിട്ട് ഓണത്തിന് മുൻപ് ഇതുപോലെ കൊണ്ടുപോയതാണ്. ഇന്നിപ്പോൾ പഴുത്ത് വരഞ്ഞ ശിവൻ്റെ ഇവിടെ കുറച്ച് നേന്ത്രപ്പഴം കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പിന്നെ ഉണ്ണിക്കാമ്പില്ലേ, കൊല വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാമ്പ് ഉണ്ടാവില്ല, അതുപോലെ ഞങ്ങൾ ഓരോ കഷ്ണം പിന്നെ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഒരു 3 കുറച്ച് വീട്ടിൽ ഓരോ കഷ്ണം കൊടുക്കലുണ്ട്. അപ്പോൾ ഇത്രയും വീട്ടിൽ ചേനയും കൊണ്ടുണ്ട്, ഞാൻ പിന്നെ എന്തായാലും കറി വയ്ക്കില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ വീട്ടിലും വാതിലൊക്കെ അടച്ചു, ഇനിയിപ്പോൾ ഓരോ വീട്ടിലും ഓരോ കഷ്ണം കൊടുത്തിട്ട് വരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ കൊണ്ടുവന്ന വലിയ ചേനയാണ്. അപ്പൊ ഞാൻ മുറിച്ച് എല്ലാവർക്കും ഓരോ ഇവിടില്ലേ, ഇവിടെ അനിതില്ല, ഞാൻ ഇവിടെ കൊണ്ട് കൊടുക്കട്ടെ. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചൊറിച്ചിലൊന്നുമില്ല, കൈ നല്ല വേഗുന്നുണ്ട്, ഒറ്റ വീട്ടിലെടുത്താൽ മതി. ഒരു കഷ്ണം ചേന ഇനിയിപ്പൊ ഗീതയ്ക്ക് കൊടുക്കണം, അപ്പൊ എടുത്തിട്ട് വരണം. എന്നാ ശരി, അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.